നമ്മുടെ ജീവിതയാത്രയിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ സന്തോഷമുണ്ടായാലും സങ്കടമുണ്ടായാലും നമ്മുടെ മുഖത്ത് അത് തിരിച്ചറിയുവാൻ കഴിയും. നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ ഏറ്റവും അടുത്തറിയുന്നവർ പല സമയങ്ങളിലും നമ്മുടെ മുഖം കാണുമ്പോൾ എന്തു പറ്റി എന്ന് ചോദിക്കാറുണ്ട്. നാം വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മുഖം പലപ്പോഴും വാടിപ്പോകുന്നത്. ഹൃദയത്തിൽ ആഗ്രഹിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയം വിഷമിക്കാറുണ്ട്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ കഴിയും. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനം ഒന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും. നെഹമ്യാവ് തന്നോട് സംസാരിക്കുന്ന രാജാവിന്റെ മുമ്പാകെ തന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് തൊട്ടു താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെരുശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തുമിരിക്കുന്നത് കാണുന്ന പ്രവാചകന് സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ജീവിക്കുന്ന ദൈവം തന്നോട് കൂടെയുണ്ട് എന്ന് പ്രവാചകൻ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഉറപ്പ് നമുക്ക് കാണുവാൻ കഴിയും. ചുറ്റുമുള്ളവർ നിങ്ങളെ കൊണ്ട് ഇത് നടക്കുകയില്ല എന്ന് പറയുമ്പോൾ, തങ്ങളെക്കാട്ടിലും ബലമുള്ളവർ തങ്ങളെ എതിർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തെ അവർ വിളിച്ചു പറയുന്ന ഭാഗം 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ പറയുന്നത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുവാൻ തയ്യാറാണെങ്കിൽ, ചുറ്റുമുള്ളവർ എല്ലാവരും എതിർത്താലും നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല, ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാലും, പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ഹൃദയം തകർന്നു പോകല്ലേ. കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയണം. കരം പിടിച്ച് വഴി നടത്തുവാൻ മതിയായ ഈ ദൈവം കൂടെയുണ്ട് എന്ന് നാം ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. അതെ, ദൈവം കൂടെയുള്ളത് കൊണ്ട് തന്നെ ഈ അസാധ്യതകളുടെ നടുവിലും കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ്. നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, ദേശം കാണത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് നിങ്ങളുടെ ഹൃദയം വിഷമിച്ചിരിക്കുന്ന അവസ്ഥകൾ ദൈവം കാണുന്നു. നിങ്ങളുടെ ചാരെ വന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാ. നീ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കാൻ മതിയായവനാ. ഈ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും, പ്രിയ ദൈവത്തിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് തനിയെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ, വേദനകൾ, അതിന്റെ എല്ലാം നടുവിലും ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദൈവവചനത്തിലൂടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. കരഞ്ഞ് നിലവിളിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതമെന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവത്തിലെ, ഒരു വിജയകരമായ ജീവിതം തീർച്ചയായും നിങ്ങൾക്ക് സാധ്യമാണ്. ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി നിന്ന ഒരു പ്രവാചകനായ ഏലിയ പ്രവാചകൻ, കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ആകാശത്ത് നിന്ന് തീയിറക്കിയ പ്രവാചകൻ, ബാലിന്റെ 450 പ്രവാചകന്മാരെ പരാജയപ്പെടുത്തിയ ധീരനായ ഒരു ദൈവപുരുഷൻ. എന്നാൽ ഈ വിജയത്തിനെല്ലാത്തിനും ശേഷം ഇസബേൽ രാജ്ഞിയുടെ ഒറ്റ ഭീഷണിയുടെ മുമ്പാകെ എല്ലാ ധൈര്യവും ചോർന്നു പോകുകയാണ്. താൻ ജീവനും കൊണ്ട് ഓടി മരുഭൂമിയിലൂടെ ഒരു വഴി ദൂരം സഞ്ചരിച്ച് ചൂരച്ചെടിയുടെ തണലിൽ വിശ്രമിക്കുന്ന സമയം, ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് തന്റെ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. കർത്താവേ, മതി, എനിക്ക് മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നമുക്ക് സമസ്വഭാവമുള്ള ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ പറയുന്നെങ്കിൽ, ഇന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ആലോചന അറിയിക്കുന്നത്, നിന്നെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് വിളിച്ചു വേർതിരിച്ച് നമ്മെ ദൈവമകനാക്കി മകളാക്കി മാറ്റിയെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകാനല്ല, കരം പിടിച്ച് എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ വഴി നടത്തുന്നതിന് വേണ്ടിയാ. ശാരീരികമായും മാനസികമായും നിങ്ങൾ നേരിടുന്ന വിഷമഘട്ടങ്ങളിൽ പ്രിയ ദൈവത്തിലെ തകർന്നു പോകല്ലേ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. തന്റെ മരണത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഏലിയാവിനെ ശാസിക്കുന്ന ഒരു ദൈവത്തെയല്ല നമുക്കിവിടെ കാണുന്നത്. ദൂതനെ അയച്ച് ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും നൽകി ബലപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി അവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ,
എങ്ങനെ ഇത് സംഭവിക്കുമെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിങ്ങളുടെ ആവശ്യഘട്ടങ്ങളിൽ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാർ എല്ലാവരും ഭയപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് അവർ ഓടിപ്പോയി. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ എല്ലാം അടുക്കൽ ചെന്ന് താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരോട് പറഞ്ഞ് അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, തകർന്ന് മനസ്സിടിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യേശുക്രിസ്തു തിരിച്ചറിഞ്ഞതുകൊണ്ട് ശിഷ്യന്മാരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ അവരുടെ ഉള്ളിലുള്ള ഭയം തടസ്സമാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്നവരുടെ നടുവിൽ കടന്നു ചെന്ന് നിങ്ങൾക്ക് സമാധാനം, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരുടെ മുമ്പാകെ തെളിയിച്ച് അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ച് അവരെ ദൈവരാജ്യത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയദൈവത്തിലെ, നമ്മുടെ ജീവിതയാത്രയിൽ കൈവിടാത്തൊരു ദൈവമുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന ദൈവിക സന്ദേശം, സാഹചര്യം എല്ലാം മാറിയാലും വാക്കുമാറാത്തൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നിലവിളിച്ച് കരഞ്ഞ് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ദേശത്തെ നിങ്ങൾ മാനിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ എതിരെ നിന്നാലും, ആരൊക്കെ വാക്കുമാറിയാലും, വാക്കുമാറാത്ത ദൈവത്തിന്റെ പദ്ധതി വിശ്വസിക്കുന്ന നമ്മിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയണം, എന്റെ യേശു എന്റെ കൂടെയുണ്ട്, മനസ്സെ ശാന്തമാകുക, യേശു ഒരിക്കലും കൈവിടുകയില്ല. പ്രിയ ദൈവത്തിലെ, അവസാന തുള്ളിച്ചോര വരെയും നമുക്കായി ദൈവം നൽകിയെങ്കിൽ ഈ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവാത്മാവ് ദൈവിക മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞ് നമ്മെ വഴി നടത്തും. വിഷമകരമായ സാഹചര്യങ്ങളിൽ കരങ്ങളിൽ വഹിക്കും. അങ്ങനെയെങ്കിൽ ഈ ദൈവ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരെ ഒരു അനുഗ്രഹമാക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.